അമേരിക്കയുമായി നീതിയുക്തമായ ഒരു ഇടപാടിന് ഇറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ഇരട്ടത്താപ്പുമായി മുന്നോട്ടു പോകാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്ക ഒട്ടും ആത്മാർത്ഥതയില്ലെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് ഇക്കാര്യം തുറന്നടിച്ചത്. അമേരിക്കയുമായുള്ള ചർച്ചകൾ മുന്നോട്ടു പോകുമ്പോഴും ഇറാൻ അതിന്റെ ദേശീയ അവകാശങ്ങൾക്കായി നിലകൊള്ളുമെന്നും ഒരു സാഹചര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ഉന്നതതല കൂടിക്കാഴ്ച നടന്നത്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളും തുടർന്നുള്ള ആഗോള ഇന്ധന വിപണിയിലെ അസ്ഥിരതകളും കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമം തുടരുകയാണ്. എന്നാൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കിടയിലും അമേരിക്കയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ലാത്ത ഇറാൻ തങ്ങളുടെ സുരക്ഷയിലും പരമാധികാരത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കർശന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുമായി നീതിയുക്തമായ ഒരു ഇടപാടിന് ഇറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചർച്ചകളിൽ ആത്മാർത്ഥതയില്ലാത്ത ഒരു കക്ഷിയുമായി മുന്നോട്ടു പോകാൻ പ്രയാസമാണെന്ന് ഖാലിബാഫ് പറഞ്ഞു. തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ കഴിഞ്ഞ വെടിനിർത്തൽ കാലയളവിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ഇറാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരുപക്ഷെ അമേരിക്ക വീണ്ടും യുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നേരത്തെ ഉണ്ടായതിനേക്കാൾ ഭയാനകവും കടുപ്പമേറിയതുമായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാൻ മുന്നോട്ട് വെച്ച 14 ഇനങ്ങൾ അടങ്ങിയ രേഖയാണ് നിലവിലെ ചർച്ചകളുടെ അടിസ്ഥാനം. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഉപരോധങ്ങൾ പിൻവലിക്കുക, തങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുക എന്നീ കാര്യങ്ങളിൽ ഉറച്ച നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും അത് അന്തസ്സോടെയും നീതിയോടെയും മാത്രമായിരിക്കുമെന്ന് ഇറാൻ നേതൃത്വം ആവർത്തിക്കുന്നുണ്ട്. തങ്ങളുടെ മണ്ണിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റവും വരെ പോകുമെന്ന സന്ദേശം കൂടിയാണ് ഈ കൂടിക്കാഴ്ച നൽകുന്നത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ പക്ഷം ഇതിനെ വളരെ കരുതലോടെയാണ് കാണുന്നത്. തങ്ങളുടെ അസ്തിത്വത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഡിപ്ലോമാറ്റിക് മാർഗങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ നടക്കുന്ന ഈ നയതന്ത്ര നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാലമായുള്ള ഒരു തർക്ക വിഷയമായ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ശേഖരം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു നിർദ്ദിഷ്ട കരാറിൽ ടെഹ്റാൻ നിലപാട് മയപ്പെടുത്തുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം നിർദ്ദിഷ്ട കരാറിൽ ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം യുഎസിന് കൈമാറാൻ സമ്മതിച്ചതായോ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ക്രമീകരണം വഴിയോ ആണെന്ന് യുഎസ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. എന്നിരുന്നാലും ഈ യുറേനിയം യുഎസിന് നേരിട്ട് നൽകുമോ, റഷ്യയ്ക്ക് അയക്കുമോ, അതോ കുറഞ്ഞ സമ്പുഷ്ടീകരണ നിലയിലേക്ക് മാറ്റുമോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു കരാർ വളരെ അടുത്താണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മാത്രമല്ല ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും ഈ കരാർ നിർണായകമാകുമെന്നും ട്രംപ് പറഞ്ഞു. നിരവധി മാസങ്ങളായി ഈ കടലിടുക്ക് ആഗോള സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. കൂടാതെ അതിന്റെ അടച്ചുപൂട്ടൽ ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണത്തെ ബാധിച്ചു. കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഉൾപ്പെടുത്താൻ ഇറാൻ തുടക്കത്തിൽ തയ്യാറായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. തുടർന്നുള്ള ചർച്ചകളിൽ യുറേനിയം പ്രശ്നം പരിഹരിക്കണമെന്ന് ടെഹ്റാൻ ആഗ്രഹിച്ചു. എന്നാൽ പ്രാരംഭ കരാറിൽ ഈ വിഷയത്തിൽ ഒരു പ്രതിബദ്ധതയും ഉണ്ടായില്ലെങ്കിലും യുഎസിന് ചർച്ചകൾ ഉപേക്ഷിച്ച് സൈനിക നടപടി പുനരാരംഭിക്കാമെന്നും യുഎസ് ചർച്ചക്കാർ വ്യക്തമാക്കി. റിപ്പോർട്ടുകൾ പ്രകാരം സമീപ ദിവസങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് യുഎസ് സൈന്യം നിരവധി ഓപ്ഷനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും വലിയ യുറേനിയം ശേഖരം സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിനായി പ്രത്യേകമായ ഒരു തന്ത്രം വികസിപ്പിച്ചെടുത്തു. ഒരു യുഎസ് ഇസ്രായേലി കമാൻഡോ ഓപ്പറേഷൻ പോലും ചർച്ച ചെയ്യപ്പെട്ടു, പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.